കർക്കടക മാസത്തിൽ നാടെങ്ങും എഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണം മുഴങ്ങുമ്പോൾ പത്തനംതിട്ട നിരണത്തുകാർ പാരായണം ചെയ്യുന്നത് കണ്ണശ്ശ രാമായണമാണ്. എഴുത്തച്ഛനും മുൻപേ 15-ാം നൂറ്റാണ്ടിൽ ആദിമ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ സമ്പൂർണ്ണ രാമായണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കി നാടെങ്ങും വാത്മീകി രാമായണവും ആധ്യാത്മിക രാമായണവും പാരായണം ചെയ്യുമ്പോൾ പത്തനംതിട്ട നിരണത്തുകാർ പാരായണം ചെയ്യുന്നത് കണ്ണശ്ശ രാമായണമാണ്. അനുപമനാമയൻ ചൊല്ലിനാനതിന്നവനോടു നാരായണനസുരാരി പങ്കജ ശംഖ ചക്ര ഗദാധരൻ നീ നിന്നെയൊരുവന്നും എന്നവൻ എന്തറിഞ്ഞുകൊള്ളുവാൻ അരിപ്പൻ അഖില ജന്മനാ കരുണാലയാ മധുസൂദനാ കേൾ പുനരൊരു കാലവും അതിശയാത നിഷ്കളങ്ക നിത്യരൂപ. 15-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നിരണം രാമപ്പണിക്കരാണ് രാമകഥയെ മലയാളത്തിന് പരിചയപ്പെടുത്തി കണ്ണശ്ശ രാമായണം രചിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണത്തിന് മുൻപ് മൂലകൃതിയുടെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ ആദിമ മലയാളത്തിലേക്ക് ചുവടുവെച്ച കൃതിയായിരുന്നു ഇത്. നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്രനടയിലും പരിസരത്തുമിരുന്നാണ് കണ്ണശ്ശ കവികളിൽ പ്രമുഖനായ രാമപ്പണിക്കർ കണ്ണശ്ശ രാമായണം രചിച്ചത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം അന്താതിപ്രാസം എന്ന പ്രാസസമ്പ്രദായം ഈ കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. തീയലാതെ നമ്മുടെ കാര്യം വന്നിതനത്തുമേറ്റം തീയദശാനനാദികൾ തമ്മയും നീ ഉയർക്കൊണ്ട മൂലം ഖേദമകണ്ടിതൻറിവർക്ക് വണ്ണം മൊഴിന്താൻ. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമായാണ് കണ്ണശ്ശ രാമായണം കരുതപ്പെടുന്നത്. തിരുവല്ലയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന താളിയോലയിൽ നിന്ന് കണ്ടെടുത്ത ഈ കൃതി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പൊതുശ്രദ്ധ നേടിയത്. ആദിമ മലയാളത്തിൽ രചിക്കപ്പെട്ടതിനാൽ ഇതിലെ പല ഭാഷാപ്രയോഗങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമായി തോന്നിയേക്കാം. കണ്ണശ്ശന്മാർ എഴുതിയതുകൊണ്ട് നമ്മുടെ ഇത് അന്യം നിന്ന് പോകരുത് എന്നുള്ള ഒരു ചിന്തയുടെ, അതായത് മലയാളികൾ എല്ലാവരും അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ എഴുതിയത് വായിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ നിരണത്തുകാർ കണ്ണശ്ശൻ എഴുതിയ ഈ രാമായണമാണ് വായിക്കുന്നത്. അധ്യാത്മ രാമായണത്തിൽ തുടങ്ങുന്ന ഭാഗത്ത് പറയുന്നത് രാമനാം ആചാര്യൻ എന്ന് പറയുന്ന ആ രാമൻ നിരണത്ത് കണ്ണശ്ശ പണിക്കരാണ്, കണ്ണശ്ശ രാമപ്പണിക്കരാണ്. അദ്ദേഹത്തിനെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഗുരുവായിട്ട് സങ്കല്പിച്ച് പറഞ്ഞിരിക്കുന്നത്. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരടങ്ങുന്നതാണ് നിരണം കവികൾ അഥവാ കണ്ണശ്ശ കവികൾ. എഴുത്തച്ഛനും മുൻപേ രാമകഥയും മഹാഭാരത കഥയും ഉൾപ്പെടെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഈ കണ്ണശ്ശന്മാർ വഹിച്ച പങ്ക് മലയാള സാഹിത്യ ചരിത്രത്തിൽ എന്നും സുവർണ അക്ഷരങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ക്യാമറമാൻ രതീഷ് മൺബിശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.